വറ്റൽമുളക് ചതച്ചത്, മുളക് പൊടി, ഈ മസാലക്കൂട്ടെല്ലാം ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് മുങ്ങിക്കിടക്കും വിധം എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ലിവറിൻ്റെ കറിയാണ്. അതായത് കരൾ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അതിനായിട്ട് നമ്മൾ 2 സവാള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 250 ഗ്രാം ചുവന്നുള്ളി നമ്മൾ ചതച്ചിവിടെ വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. 2 കഷ്ണം ഇഞ്ചി ചതച്ചതെടുത്തിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 കിലോ കരൾ ഇവിടെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി നമ്മളൊരു ചട്ടി എടുത്തൊന്ന് അടുപ്പിൽ വെച്ച് കൊടുത്ത് ആ ചട്ടി ചൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ 2 തണ്ട് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആ കറിവേപ്പിലയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇവിടെ പൊളിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ചതയ്ക്കേണ്ട കാര്യമില്ല, ആദ്യം ഇട്ട് കൊടുത്തത് ഇതുകൂടെ ഒന്ന് മൂക്കുമ്പോഴത്തേക്ക് നമ്മളിനി അടുത്ത ചതച്ച് വെച്ച ഇഞ്ചി അങ്ങോട്ട് ഇട്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് കറിക്കൊക്കെ ഇഷ്ടം പോലെ നിങ്ങളങ്ങ് ഇട്ട് കൊടുത്തേക്കണം. അതിനകത്ത് പിശുക്ക് കാണിച്ച് അതിൻ്റെ 10 നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കും. ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്നപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചുവന്നുള്ളി ചതച്ച് വെച്ചത്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 4 പച്ചമുളക് കീറി വെച്ചിരുന്ന അതും കൂടി ഇതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നേരത്തെ കഴുകി വാഴി ഊറ്റിയൊക്കെ വെച്ചിരുന്ന ലിവറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുത്തില്ല. ഇനി നമുക്കിതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എരിവിനാവശ്യമായി നിങ്ങൾ തരാതരം പോലെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. നമുക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ ഇതിനകത്തിന് വെള്ളം ഊറി വരും. ആ വെള്ളത്തിൽ തന്നെ ഇത് കിടന്ന് വേവാവുന്നേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തീ കൂട്ടിയിട്ട് വേവിക്കാനാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അത് എന്ത് സാധനം അങ്ങനെ തന്നെ വെള്ളം കുറച്ചിട്ട് വേവിക്കുമ്പോഴത്തേക്ക് അതങ്ങനെ ഇരുന്നങ്ങ് വെന്തോളും. അത് മാത്രമല്ല നമ്മൾ ഈ പൊടികളൊന്നും ഇതിനകത്തോട്ട് ചേർക്കാത്തതുകൊണ്ട് ചവിട്ടി പിടിക്കുമെന്നുള്ള പേടിയും. പിന്നെ അതിരുന്ന് അവിടെ വേകുമ്പോഴത്തേക്കും നമ്മൾ വേറൊരു പാനെടുത്ത് അടുപ്പിൽ വെച്ച് കൊടുത്ത് അതൊന്ന് ചൂടായി വന്നപ്പം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പം 2 തണ്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചതച്ചതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പൊടികളൊക്കെ ഇടുമ്പം നമ്മൾ നേരത്തെ കൂട്ടി വെളിച്ചെണ്ണയൊന്ന് ചൂടാക്കി അത് ഓഫ് ചെയ്തിട്ട് മാത്രം പൊടികൾ ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റും കൂടെ അങ്ങ് പോകും. 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ വെളിച്ചെണ്ണ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് തീ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ പൊടികളെല്ലാം അതിനകത്ത് കിടന്നൊന്ന് മൊരിഞ്ഞ് വെന്ത് വന്നതിന് ശേഷം നമുക്ക് അടുത്ത മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചെറുതായിട്ടൊന്ന് വറുത്തൊന്ന് ചൂടാകട്ടെ. ഈ മല്ലിപ്പൊടിയും കൂടെ കിടന്നൊന്ന് ചൂടാകട്ടെ. നമ്മൾ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരുപാട് നേരം ഇതിൽ കിടന്ന കളറൊക്കെ അങ്ങ് മാറിപ്പോവും, വേറൊരു കളറിലോട്ട് മാറിപ്പോവും. ഇനി നമുക്ക് നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന ലിവറൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ടെല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് തന്നെ ഇനി ലിവർ ഫ്രൈ വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താൽ ഈ കൂട്ടെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് കുറച്ച് കരൾ ഇങ്ങോട്ട് പറക്കിയിട്ടോ, അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാറ് മൊത്തം നമുക്ക് കുറച്ച് മാറ്റി കോരി മാറ്റിയിട്ട് അതിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് വരട്ടിയെടുത്ത കറിയുമായി ഫ്രൈയുമായി. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേ. കൂടെ തന്നെ നിങ്ങളെ പ്രിയപ്പെട്ടവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക.